ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തിരുവോണമാണ്. രാവിലെ തന്നെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്ന പൂക്കൾ കൊണ്ട് ഒരു ചെറിയ പൂക്കളം ഉണ്ടാക്കി. അതിൻ്റെ ഒരു സൈഡിൽ എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ കുളിപ്പിച്ച് ഒരുക്കി നിർത്തിയിട്ടാ. ഇപ്പോഴാണ് പൂക്കളത്തിനൊരു ജീവൻ വെച്ചത്. ഭാര്യയും കുട്ടികളും വൈഫ് ഹൗസിൽ പോയതുകൊണ്ട് ഞാനും അച്ഛനും പിന്നെ ഈ സുന്ദര കൃഷ്ണനും മാത്രമാണ് ഇന്നത്തെ തിരുവോണത്തിന് വീട്ടിലുള്ളത്. സമയം ഉച്ചയായി. വീട്ടിൽ നിറയെ ആൾക്കാർ ഉള്ളപ്പോൾ സദ്യ ഉണ്ടാക്കാൻ നല്ല രസമാണ്. ഇന്ന് ആള് കുറവായത് കാരണം ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലുള്ള രാജവത്സത്തിൽ നിന്ന് 2 തിരുവോണ സദ്യ പാഴ്സൽ വാങ്ങിച്ച് നേരെ ഇലയിൽ വിളമ്പിയിട്ടാ. സത്യം പറയട്ടെ, നമ്മൾ വലിയ വില കൊടുത്ത് പച്ചക്കറികളെല്ലാം വാങ്ങി അരിഞ്ഞ് ഒരുപാട് നേരം കിച്ചണിൽ കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ മെച്ചമാണ് ഈ പാഴ്സൽ സദ്യ എന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. വിഭവസമൃദ്ധമായ കറികളാൽ ഇല മൊത്തം നിറഞ്ഞു. പോരാത്തതിന് 3 തരം പായസവും. അടിപൊളി. ഞാനും അച്ഛനും കൂടി ചോറും കറികളുമെല്ലാം ആസ്വദിച്ചു കഴിച്ചുകൂട്ടാ. എല്ലാ കറികൾക്കും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഭാര്യയും കുട്ടികളുമില്ലാതെ ഒരു അവാർഡ് സിനിമ മൂഡിലായിരുന്നു ഇന്നത്തെ തിരുവോണ സദ്യ. അങ്ങനെ ഊണെല്ലാം കഴിച്ച് ഞാൻ പായസത്തിന്മേ ഒരു പിടുത്തം പിടിച്ചുകൂട്ടാ. ഇലയിൽ പാലട പായസം ഒഴിച്ച് അതിന് മുകളിൽ കുറച്ച് കായ വറുത്തതൊക്കെ ഇട്ട് ഒരു കഴിക്കൽ. ഗ്ലാസ്സിൽ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് പായസം ഇലയിൽ കഴിക്കുമ്പോൾ. പായസം കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കണം. അപ്പോൾ പാലട കഴിഞ്ഞു, ഗംഭീരമുണ്ട്. ഇനി അടുത്തത് പഴപ്രഥമൻ കഴിക്കാൻ പോകണം. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞാൽ പരിപ്പ് പായസം ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാം കഴിച്ച ശേഷം ഞാൻ നല്ല അഭിപ്രായം പറയാം. ഓക്കെ. അപ്പം ഇതാണ് പഴപ്രഥമൻ. പാലട കഴിച്ചു കഴിഞ്ഞു, ഇനി പഴപ്രഥമൻ കഴിക്കാൻ പോകണം. സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ, ഒരു രക്ഷയില്ല. ഇനി അവസാനത്തെ പരിപ്പ് പായസം കഴിക്കാൻ പോകണം. ഇതാണ് പരിപ്പ് പായസം. തിരുവോണം അടിച്ചു പൊളിച്ചു വിട്ടാം. വിഭവസമൃദ്ധമായ സദ്യ, 3 തരം പായസം, അടിച്ചു പൊളിച്ചു. 2025 ഓണം അടിപൊളിയായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസകൾ. ഓക്കെ, ബൈ ബൈ.